ഞങ്ങൾ ഇബൻ ബത്തൂത്ത പോയി. ഇബൻ ബത്തൂത്തയിൽ നിന്ന് ബസ് കയറി ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു. കാരണം അതവിടെ എഴുതി വെച്ചിട്ട് ബോർഡ്. പക്ഷെ നമ്മൾ ആദ്യം നമുക്ക് അതിൻ്റെ ആദ്യത്തെ പെരുമാറായതുകൊണ്ട് തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനും വേണ്ടത്ര നല്ലതല്ല. നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് പെയിൻ്റ് അടിക്കുന്ന പരിപാടിയൊന്നും അവിടെ ഉള്ളതായി 4600 വർഷം മുമ്പ് ഈ ഗിസ പിരമിഡ് പണിതു. കാരണം അത്രയും സ്ട്രോങ് ആയ ആൾക്കാർ, വളരെ അധികം ആൾക്കാർ, അമേരിക്കൻസും യൂറോപ്യൻസും എല്ലാത്തരം ആൾക്കാർ. ഓർത്തഡോക്സ് സഭയുടെ വലിയ ഒരുപാട് പള്ളികൾ ആ ഭാഗത്ത് നമുക്ക് കാണാം. വളരെ ചുരുക്കം 2-3 മമ്മി മാത്രമാണ് ഈ പുതിയ പിരമിഡ് ഈജിപ്ത് സിറ്റിയിലുള്ളത്. അപ്പം നിങ്ങളൊക്കെ പോകാൻ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞങ്ങൾ നടത്തിയ ഒരു ഈജിപ്ത് യാത്രയെ പറ്റിയാണ്. ഞാനും എൻ്റെ സുഹൃത്ത് അജീഷും കൂടി 2 ആഴ്ച മുമ്പ് നടത്തിയ ഈജിപ്തിലെ കെയ്റോയ്ക്ക് നടത്തിയ യാത്രയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ നാഷണൽ ഡേയുടെ സമയത്ത് ഈജിപ്തിലേക്ക് പോകാനായിരുന്നു പരിപാടി. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ നമ്മൾ കുറേ ടൂർ കമ്പനികളുമായിട്ട് കോൺടാക്ട് ചെയ്യുക എല്ലാം ചെയ്തിരുന്നു. അപ്പോൾ ഏകദേശം 3000-3500 ദിറംസ് വരും ഒരാൾക്ക് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോൾ ഞങ്ങളൊന്ന് നോക്കിയപ്പോൾ നമുക്ക് അല്ലാതെ പോകാൻ, ഒരു വീക്കെൻഡിൽ പോകാൻ വേണ്ടി അത്ര പൈസ വരില്ല, അല്ലെങ്കിൽ അതിൻ്റെ പകുതിയോളം പൈസ മാത്രം മതിയാവും എന്ന് മനസ്സിലായി. അപ്പോൾ ഞങ്ങളെന്നാൽ നമുക്ക് അങ്ങനെ ബുക്ക് ചെയ്യാം. കാരണം ഓൺ അറൈവൽ വിസയാണ് ഈജിപ്തിലേക്ക്. ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ എമിറേറ്റ്സ് ഐഡിക്ക് 6 മന്ത് വാലിഡിറ്റി ഉള്ള UAE റെസിഡൻസിന് നമുക്ക് ഓൺ അറൈവൽ വിസയാണ്. നമ്മൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയി നമ്മുടെ വിസയിൽ $25 കൊടുത്തു കഴിഞ്ഞാൽ, നമ്മുടെ പാസ്പോർട്ടിൽ $25 കൊടുത്തു കഴിഞ്ഞാൽ പേപ്പർ വിസ സ്റ്റാമ്പ് ചെയ്ത് തരും. സ്റ്റിക്കർ വിസ എന്നാണ് അതിനെ പറയുക. അപ്പോൾ ആ വിസ സ്റ്റാമ്പ് ചെയ്ത് തന്ന് നമുക്ക് എൻട്രി കിട്ടുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അതിനുള്ള പ്ലാൻ തുടങ്ങി. നമ്മൾ ഫേസ്ബുക്ക് വഴി കുറേ ഗ്രൂപ്പൊക്കെ നോക്കി ഒരു ഗൈഡിനെ, നല്ല റിവ്യൂ ഒക്കെ ഉള്ള ഒരു ഗൈഡിനെ അറേഞ്ച് ചെയ്തു. അല്ലെങ്കിൽ പുള്ളിയായിട്ട് കോൺടാക്ട് ചെയ്ത് പുള്ളി അവിടെ നിന്ന് ഒരാളെ സെറ്റ് ചെയ്ത് തന്നു. അതിനുശേഷം നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ടിക്കറ്റ് 2 പേർക്കും കൂടി ഏകദേശം 950 ദിറംസോ മറ്റോ ആണ് ടിക്കറ്റിനായുള്ളൂ. ഞങ്ങൾ ബാക്ക് പാക്ക് മാത്രമുള്ള ഒരു ടിക്കറ്റാണ് എടുത്തത്, വിസ എയറിൻ്റെ. കാരണം ഞങ്ങൾ 2 പേരുമാണ് പോകുന്നത്, വേറെ നമ്മൾ ഫാമിലിയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്ക് 2 ദിവസത്തേക്കുള്ള ഡ്രസ്സ് മാത്രം മതി. നമ്മൾ 2 ദിവസവും 2 നൈറ്റും 3 ഡേയും സ്പെൻഡ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ വീഡിയോ നമ്മൾ പെട്ടെന്ന് എന്തൊക്കെയായിരുന്നു ഞങ്ങളുടെ ആ 3 ദിവസത്തെ പരിപാടികളെന്നൊന്ന് പെട്ടെന്ന് പറയാം എന്നാണ് വിചാരിക്കുന്നത്. വളരെ ചുരുക്കത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ടിക്കറ്റ് എല്ലാം ബുക്ക് ചെയ്തു. ഞങ്ങൾ ഒരു ദിവസം, അതായത് ഒരു വെള്ളിയാഴ്ച രാത്രി വെളുപ്പിനെ 2 മണിക്ക് ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. ഞാൻ DAP പോയി. എൻ്റെ ഫ്രണ്ട് DAPയിലാണ് താമസിക്കുന്നത്. അവിടെ നിന്ന് അദ്ദേഹത്തെ എടുത്ത് ഞങ്ങൾ ഇബൻ ബത്തൂത്ത പോയി. ഇബൻ ബത്തൂത്തയിൽ നിന്ന് ബസ് കയറി 1 മണിക്കൂർ യാത്ര, 35 ദിറംസാണ് അവിടെ ബസ്സിന് ഒരാൾക്ക് ചാർജ് വരുന്നത്. അവിടെ നമ്മൾ ബസ് കയറി അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നു. ഏകദേശം 3 മണിയോട് കൂടി തന്നെ നമ്മൾ അബുദാബി എയർപോർട്ടിലെത്തി. അങ്ങനെ നമ്മൾ ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ചെക്കിനൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബാക്ക് പാക്ക് അവർ നോക്കും. അതൊരു 10 kg കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ തന്നെ അവർ 10 kg വരെ നമുക്ക് കൊണ്ടുപോകാമെന്നാണ്. അപ്പോൾ ബാക്ക് പാക്കാണ്, അല്ലെങ്കിൽ വലിയ ബാഗായിട്ടൊന്നും തോന്നിയില്ലെങ്കിൽ തന്നെ അവരത് ഒരു ഒബ്ജക്ഷനും കൂടാതെ തന്നെ നമുക്ക് ടിക്കറ്റ് പാസ് അല്ലെങ്കിൽ നമുക്ക് ബോർഡിംഗ് പാസ് ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഞങ്ങൾ പോയി ലോഞ്ചിലൊക്കെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അതൊക്കെ കഴിച്ച് നമ്മൾ 6 മണിക്ക് ഗേറ്റിൻ്റെ അവിടെ പോയി. ഏകദേശം 6:15 കൂടി തന്നെ ബോർഡിംഗ് സ്റ്റാർട്ട് ചെയ്തു. 6:50 തന്നെ ഫ്ലൈറ്റ് എടുത്തു. ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ടായിരുന്നു യാത്ര. ഫ്ലൈറ്റ് ഞാൻ വിചാരിച്ചത് ഫുള്ളായിരിക്കില്ല എന്നാണ്. പക്ഷേ വളരെ വിരലെണ്ണാവുന്ന സീറ്റുകൾ മാത്രമേ അല്ലെങ്കിൽ ഒഴിഞ്ഞു കിടന്നിരുന്നുള്ളൂ. ബാക്കിയെല്ലാം ഫ്ലൈറ്റ് ഏകദേശം ഫുൾ തന്നെയായിരുന്നു ആ ഒരു സമയത്തായിട്ട് പോലും. പിന്നെ അത് ശനിയാഴ്ച ഒരു വീക്കെൻഡും കൂടിയാണ്, അതുകൊണ്ടായിരിക്കാം ഒരുപാട് പേര് ഈജിപ്തിലേക്ക് ട്രാവൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അതൊരു പകുതിയോളം പേരും ടൂറിസ്റ്റുകളായിരുന്നു. ഫിലിപ്പിനോസ് ഉണ്ടായിരുന്നു, ഒരുപാട് ബംഗ്ലാദേശികളുണ്ടായിരുന്നു. ഇന്ത്യൻസ് വളരെ ഉണ്ടായിരുന്നു എങ്കിലും വളരെ കുറവായിരുന്നു എന്ന് തന്നെ പറയാം. മലയാളി ഒരു ഫാമിലി ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് വെച്ച് കണ്ടുമുട്ടി. അങ്ങനെ ഞങ്ങൾ ഈജിപ്തിലെ പുതിയ എയർപോർട്ടായ സ്പിനിക്സ് എയർപോർട്ടിലാണ് നമ്മൾ പോയി ഇറങ്ങുന്നത്. കെയ്റോയിലെ പഴയ എയർപോർട്ടല്ല, കെയ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ട് വേറെയുണ്ട്. ഇത് ഗിസ പിരമിഡിനോട് ചേർന്നുള്ള സ്പിനിക്സ് എയർപോർട്ടിലാണ് നമ്മൾ പോയി ഇറങ്ങിയത്. നമ്മളവിടെ പോയി ചെക്ക് ഇൻ, അല്ലെങ്കിൽ നമ്മൾ വിസ കിട്ടാൻ വേണ്ടി അവിടെ കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വന്നു. കാരണം വിസ എവിടെ നിന്നാണ് സ്റ്റിക്കർ വിസ കിട്ടുക. നമ്മളൊരു സ്ഥലത്ത് പോയി ആദ്യം സ്റ്റിക്കർ വിസ വാങ്ങണം. അതവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡ്. പക്ഷേ നമ്മൾ ഇതിന് മുമ്പ് പോയവരായിട്ട് നമ്മൾ സംസാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്ഥലത്തിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എങ്ങനെയാണ് ആ ഒരു ഫ്ലോ പോകുന്നത്, വിസയുടെ പ്രൊസീജിയർ എന്നുള്ളത് നമുക്ക് അറിയില്ലായിരുന്നു. പക്ഷേ എന്തായാലും അതൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ നമുക്ക് അവിടെ നിന്ന് $25, ഞങ്ങൾ $50 കൊടുത്ത് വിസ വാങ്ങി. നമ്മൾ കുറച്ച് ഡോളർ മാറ്റിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടേക്ക്. നമ്മൾ വിസ വാങ്ങി. ആ വിസ നമ്മൾ പാസ്പോർട്ടിലെ ഒരു ബ്ലാങ്കായ പേജിൽ ഒട്ടിക്കാൻ പറഞ്ഞു. അത് ഒട്ടിച്ചു. അങ്ങനെ അതിൽ ചെക്കിനും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അതിനുശേഷം അവിടെ ഒരു ലാൻഡ് ടാക്സ് എന്ന് പറഞ്ഞിട്ട് എന്തോ സംഭവം, നമ്മൾ ഏകദേശം ഒരു 20 ദിറംസിൻ്റെ അടുത്ത് നമ്മളവിടെ പേ ചെയ്യണം. അത് പേ ചെയ്തു. പിന്നെ വീണ്ടും വന്ന് എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് എല്ലാ ക്ലിയറൻസും കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് എത്തി.
അങ്ങനെ പുറത്തേക്ക് എത്താൻ ഏകദേശം ഒരു മണിക്കൂറോളം സമയം ഇതെല്ലാം ഈ പ്രൊസീജിയറെല്ലാം കൂടി എടുത്തു എന്ന് തന്നെ പറയാം, നമുക്ക് ലഗേജ് ഒന്നും ഇല്ലാതെ തന്നെ. അതിനുശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. അപ്പോൾ അതിന് മുമ്പ് നമ്മളൊരു സിം എടുത്തു. ഒരു 8 ദിറംസോ 9 ദിറംസോ കൊടുത്തപ്പോൾ നമുക്കൊരു 1 മന്ത് 5 GB ഡാറ്റ അൺലിമിറ്റഡ് ലോക്കൽ കോളുള്ള ഒരു സിം കിട്ടി. അത് വളരെ ഉപകാരപ്രദമായി. കാരണം നമുക്ക് 10 ദിറംസിൻ്റെ ചിലവേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഡാറ്റ ഉപയോഗിക്കാം, എല്ലാം ഉപയോഗിക്കാം. നമ്മൾ ആദ്യം എടുക്കണ്ട എന്നാൽ വൈഫൈ ഉണ്ടാവും എന്നൊക്കെയുള്ള രീതിയിലായിരുന്നു വിചാരിച്ചിരുന്നെങ്കിലും ഇതിന് ഇത്രയും പൈസയല്ലേ ഉള്ളൂ എന്ന് കരുതിയാണ് സിം എടുത്തത്. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമ്മുടെ ഗൈഡ് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ പയ്യനായിരുന്നു. അവൻ കോളേജ് പഠിപ്പൊക്കെ കഴിഞ്ഞ് പഠിച്ചിറങ്ങി 1 കൊല്ലം 2 കൊല്ലം ആയിട്ടുള്ള അവൻ ഗൈഡ് ആവാൻ വേണ്ടി ടൂറിസമൊക്കെ പഠിച്ച കുട്ടിയാണ്. ഗൈഡ് ആവാനുള്ള ഇതിന് നടക്കുകയാണ്. പക്ഷേ പുള്ളിക്ക് ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇതുവരെ ആയിട്ടില്ല. അതിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ വരും സമയത്ത് പറയാം. അങ്ങനെ പുള്ളി ഞങ്ങളെ കണ്ടു, ഞങ്ങൾ വിഷ് ചെയ്തു. എയർപോർട്ടിന് മുമ്പിൽ വെച്ച് ഞങ്ങളെല്ലാവരും കണ്ടുമുട്ടി പരിചയപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ പിരമിഡിലേക്ക് പോകാമെന്നാണ് ആദ്യം വിചാരിച്ചത്. അങ്ങനെ നമ്മൾ പോകുന്ന വഴി ഈജിപ്തിൻ്റെ ആ ഒരു നാഷണൽ ഹൈവേയിലൂടെ ഞങ്ങൾ പോയി. അപ്പോൾ ഞങ്ങൾ പ്ലാൻ ചെയ്തു. വണ്ടിയിലിരുന്ന് ഞങ്ങൾ ഈ പയ്യനുമായിട്ടൊക്കെ സംസാരിച്ചു. അഹമ്മദ് എന്നാണ് അവൻ്റെ പേര്. വളരെ നന്നായി ഇംഗ്ലീഷൊക്കെ സംസാരിക്കുന്ന നല്ലൊരു പയ്യൻ തന്നെയായിരുന്നു പുള്ളി. അപ്പോൾ പുള്ളി പറഞ്ഞു, അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് എവിടേക്കൊക്കെ പോകേണ്ടത്, ഞങ്ങൾക്ക് ഏകദേശം ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അജീഷ് പറഞ്ഞു നമുക്ക് ഇങ്ങനെ സക്കാര പിരമിഡ് കാണാനാണ് നമുക്ക് പോകണം, പിന്നെ ഇന്ന് ഗിസ പിരമിഡും കാണണം, അതാണ് നമ്മുടെ മെയിൻ ഉദ്ദേശങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു നമുക്ക് എന്നാൽ ആദ്യം സക്കാര പിരമിഡ് കാണാം, കാരണം അതായിരിക്കും നല്ലത്, അത് കഴിഞ്ഞ് നമുക്ക് വരുന്ന വഴിക്ക് ഗിസ പിരമിഡ് കാണാം. അങ്ങനെ ഞങ്ങൾ പറഞ്ഞു. കാരണം ഞങ്ങൾ അന്ന് ചെന്ന് എത്തി ദിവസമാണ്, രാത്രി യാത്ര ആയതുകൊണ്ട് തന്നെ ഉറക്കമൊന്നും ശരിയായിട്ടില്ല. എന്നാൽ തന്നെ നമ്മൾ ഒരുവിധം വലിയ ക്ഷീണമൊന്നും ഇല്ലാതെ തന്നെ നമ്മൾ പോയി വണ്ടിയിൽ കയറി. നമ്മൾ ഏകദേശം ഒരു 3/4 മണിക്കൂർ യാത്ര ചെയ്ത് ഈ സക്കാര പിരമിഡിൻ്റെ അടുത്ത് എത്തി. അപ്പോൾ സക്കാര പിരമിഡിൻ്റെ അവിടെ എത്തുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ വളരെ പഴയ ഒരു പിരമിഡ്. പിന്നെ നമ്മൾ ഈ പഴയ ചരിത്ര പുസ്തകങ്ങളൊക്കെ കണ്ട് കാണും, ഒരു വലിയ പില്ലേഴ്സിൻ്റെ നടുവിലൂടെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുന്നതൊക്കെ, അത് അവിടെയാണ്. ഒരു ഏകദേശം 42 പില്ലേഴ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ മുമ്പ് അതായത് രാജാക്കന്മാരുടെ സ്റ്റാച്യൂസൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി. അപ്പോൾ ആ സ്ഥലം തന്നെ ആദ്യം കാണാൻ സാധിച്ചു. അപ്പോൾ അവിടെ പിന്നെയുള്ള പിരമിഡ് എന്ന് പറയുന്നത് അത്ര നമ്മൾ ഗിസയിൽ കാണുന്ന പോലത്തെ ഒരു പിരമിഡല്ല. ഇത് ഒരു തകർക്കപ്പെട്ട രീതിയിലുള്ള അല്ലെങ്കിൽ ഒരു കൃത്യമായ രീതിയിലല്ലാത്ത ഒരു പിരമിഡാണ്. കാരണം ഇത് ലോകത്തെ തന്നെ ഏറ്റവും പഴക്കമുള്ള പിരമിഡാണ് ഈ സക്കാരയിലെ പിരമിഡ്. അതാണ് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകതയും. നമുക്കപ്പോൾ അവിടെ ചെന്നാൽ കാണാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 പിരമിഡാണ് അവിടെ ഉള്ളത്. അതിലൊന്ന് ഏകദേശം തകർന്നുകൊണ്ട് അല്ലെങ്കിൽ തകർത്തപ്പെട്ട അവസ്ഥയിൽ തന്നെയാണ്. കാരണം കാലപ്പഴക്കം കൊണ്ട്, അല്ലെങ്കിൽ അത് ആദ്യത്തെ പിരമിഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ കൺസ്ട്രക്ഷനും വേണ്ടത്ര നല്ലതല്ലായിരുന്നു എന്നാണ് അവരെന്നെ അവലോകനം ചെയ്തിട്ടുള്ളത്. അതുപോലെ അതിൻ്റെ അപ്പുറത്തുള്ള പിരമിഡ് ഏകദേശം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അജീഷ് അതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി, ഞാൻ പോയില്ല. കാരണം അത് ഹൈറ്റിൻ്റെ വലിയ വിഷയമുണ്ട്. എനിക്ക് അങ്ങനെ ഹൈറ്റിൻ്റെ ഉള്ളിലേക്ക് വളരെ കുമ്പിട്ടൊന്നും പോകാനുള്ള താല്പര്യം ഇല്ലാത്തതുകൊണ്ടും ഞാൻ പോയില്ല. പുള്ളി പോയി. അവിടെ കുറച്ച് ഇതിൻ്റെ പഴയ കുറേ രചനകളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അവിടെ കാണാൻ സാധിച്ചതെന്നാണ് പുള്ളി പറഞ്ഞത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വന്നു. പിന്നെ അവിടെ കുറേ കാഴ്ചകൾ, പഴയ കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും പഴക്കമുള്ള 4700 വർഷങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള ഈജിപ്തിലെ രാജാവ് അവരുണ്ടാക്കിയ അവരുടെ കല്ലറകളാണ്, അല്ലെങ്കിൽ അവർക്ക് അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി ഉണ്ടാക്കിയ പിരമിഡാണ് ഈ സക്കാര പിരമിഡ് എന്ന് പറയുന്നത്. വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം തന്നെയായിരുന്നു അത്. അങ്ങനെ അവിടെ കുറേ കാഴ്ചകൾ കാണാനുണ്ടായിരുന്നു. പഴയ ഒരുപാട് രാജാവിൻ്റെ സ്തൂപങ്ങളും കാര്യങ്ങളും. പിന്നെ അവിടെ സ്റ്റെപ്പ് ഇറങ്ങിപ്പോയി താഴേക്ക് പോകാനുള്ളൊരു ഇതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ അവർ അടച്ചിട്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. എന്തായാലും ഞങ്ങൾ അതൊക്കെ കണ്ടു. അപ്പോഴത്തേക്കും തന്നെ ഏകദേശം സമയം ഒരു 1:30-2 മണിയോട് കൂടി ആയി. അപ്പോൾ നല്ല വിശപ്പുണ്ട്, എന്നാൽ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു ഭക്ഷണത്തിൻ്റെ സ്ഥലത്ത് കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് ആദ്യം പറയാനുള്ളത് അതാണ്. അപ്പോൾ നമ്മൾ ഈ പോകുമ്പോൾ ഗൈഡ് ഈ പയ്യൻ നമ്മൾ ചോദിച്ചപ്പോൾ ഓക്കെ നമുക്കിവിടെ നല്ലൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, ടൂറിസ്റ്റുകളൊക്കെ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ പൈസയെപ്പറ്റി നമുക്ക് അധികം വലിയ ഐഡിയ ഇല്ല. നമ്മളതിനെപ്പറ്റി ആ കാൽക്കുലേഷൻ നമ്മളെ മനസ്സിൽ അത്ര കൃത്യമായിട്ടില്ല. അപ്പോൾ പറഞ്ഞു ഏകദേശം 700 പൗണ്ട് വരും ഒരാൾക്ക് എന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓക്കെ നോ പ്രോബ്ലം എന്ന് പറഞ്ഞിട്ട് പോയി. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവായ ഒരു ഹോട്ടലായിരുന്നു. എന്നാൽ അതിനുള്ള വലിയ സെറ്റപ്പ് ഒന്നുമില്ല. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്, റഷ്യയിൽ നിന്നും സ്പെയിനിൽ നിന്നും ഇറ്റലിയിൽ നിന്നും അല്ലെങ്കിൽ ഒരുപാട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. വലിയൊരു വിശാലമായൊരു ഏരിയ, അവിടെ കുറേ മ്യൂസിക്കൊക്കെ വെച്ച് ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അവിടെ ചിക്കൻ ഗ്രില്ലാണുള്ളത്. ചിക്കൻ ഗ്രില്ലും നമുക്ക് ഹമൂസും ഇത് അൺലിമിറ്റഡ് ആയിട്ട് തരും. അതിന് വേണ്ടിയാണ് ഈ 700 പൗണ്ട്. 700 പൗണ്ട് എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു 50 ദിറംസിന് കൂടുതലായി അതിന് വേണ്ടി മാത്രം. അത് ഒരുപാട് പൈസ കൂടുതലായിരുന്നു. അത് ശരിക്കും ഇവൻ നമ്മളെ തേച്ചു എന്ന് തന്നെ പറയാം.
അപ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ്റെ ഒരു സെറ്റപ്പ് എന്താണെന്നുള്ളത്. പക്ഷേ ആൾ വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊരു കാര്യം മാത്രമാണ് ഞങ്ങൾക്ക് ഈ 3 ദിവസത്തിൽ അവനെ പറ്റി ഉള്ളത്. എന്തായാലും അത് ആദ്യം തന്നെ പറഞ്ഞു എന്ന് മാത്രം. അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഏകദേശം 170 ദിർഹംസോ മറ്റോ ആയി ആ ഒരു നേരത്തെ ഭക്ഷണത്തിന് മാത്രം. അതിനുശേഷം ഞങ്ങൾ നേരെ ഗിസ പിരമിഡിലേക്ക് പോയി. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ഹോട്ടൽ ബുക്ക് ചെയ്തിരിക്കുന്ന പിരമിഡിന് തൊട്ടടുത്തുള്ള മോസസ് പിരമിഡ്സ് എന്ന് പറഞ്ഞ ഹോട്ടലിലായിരുന്നു. അങ്ങനെ അവിടെ പോയി. അപ്പോൾ അവിടെ ഈ പോകുന്ന വഴിയിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. ഈജിപ്തിലെ ബിൽഡിങ്ങുകളിൽ മിക്ക ബിൽഡിങ്ങും തേക്കാത്ത രീതിയിലുള്ള ബിൽഡിങ്ങാണ്. നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത് പെയിൻ്റ് അടിക്കുന്ന പരിപാടിയൊന്നും അവിടെ ഉള്ളതായി തോന്നുന്നില്ല. എല്ലാ ബിൽഡിങ്ങുകളും ഇങ്ങനെ ചുവപ്പ് കല്ല് കട്ട കെട്ടി ബിൽഡിങ്ങിൻ്റെ സ്ട്രക്ചറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലല്ല. ഉള്ളിൽ നല്ല സെറ്റപ്പ് ആയിരിക്കാം, അല്ലാതെ പുറത്തുനിന്ന് നമ്മൾ കാണുന്ന പോലെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ വീടിന് പെയിൻ്റ് അടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ദുബായിലുള്ള പോലെയോ ഒന്നും ഉള്ള ബിൽഡിംഗ് അല്ല കൂടുതലും അവിടെ കാണാൻ സാധിക്കുക. മെയിൻ്റനൻസിൻ്റെ രീതിയിൽ വളരെ കുറവാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഞങ്ങൾ പിരമിഡിൻ്റെ അവിടെ പോയി. പിരമിഡിൻ്റെ അവിടെ പോയാലും വളരെ പഴക്കം ചെന്ന ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോകുന്ന പോലെ തന്നെയാണ്. പിരമിഡ് പഴയതാണെങ്കിലും അതിനേക്കാൾ പഴക്കമുള്ള ഒരു ടൗണിലേക്കാണ് നമ്മൾ പോകുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത് ഗിസയിലേക്ക് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ ഗിസ പിരമിഡ് അവിടെ പോയി. ഞങ്ങൾ ആദ്യം ഈ മോസസ് പിരമിഡ്സിന് പോയി ചെക്ക് ഇൻ ചെയ്തു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂം തന്നെയായിരുന്നു. അധികം പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം 70 ദിർഹംസോ 80 ദിർഹംസോ മറ്റോ ആണ് ഒരു നൈറ്റിന് അവിടെ ഉണ്ടായിരുന്നത്. കാരണം നമുക്ക് അന്ന് രാത്രി അവിടെ കിടക്കുക എന്ന് മാത്രമേ നമുക്ക് ലക്ഷ്യമുള്ളൂ. രാത്രി കിടക്കുക, പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് പോകണം. അങ്ങനെ നമ്മൾ അവിടെ കിടന്നു, അല്ലെങ്കിൽ അന്ന് അവിടെ സ്റ്റേ ചെയ്തു. അവിടെ ബാഗൊക്കെ വെച്ച് നമ്മൾ നേരെ പിരമിഡ് കാണാൻ പോയി. പിരമിഡ് കണ്ടത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സംഭവമായിട്ട് ഞാൻ കണക്കാക്കുകയാണ്. നമ്മൾ ഒരുപാട് 7 വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇന്നും ജീവിതത്തിൽ ഇപ്പോഴും ആകെ കണ്ടിട്ടുള്ളത് ഈ ഒരു പിരമിഡ് മാത്രമാണെങ്കിലും ഈ പിരമിഡ് നമ്മൾ അടുത്ത് പോയി കാണുമ്പോൾ നമ്മൾ ദൂരെ നിന്ന് കാണുന്ന ഒരു സെറ്റപ്പ് അല്ല. നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ഇങ്ങനെ പിരമിഡ് ഇങ്ങനെ ദൂരെ കാണാൻ സാധിക്കും. പക്ഷെ അടുത്ത് നിന്ന് നോക്കുമ്പോൾ ഇതൊരു ഭയങ്കരമായ സംഭവം തന്നെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് എങ്ങനെ ഇവർ ഈ 4600 വർഷം മുമ്പ് ഈ ഗിസ പിരമിഡ് പണിതു? കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ഈ 4600 വർഷങ്ങൾക്ക് ശേഷവും അതിൻ്റെ സ്ട്രക്ചറിന് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. അതിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റർ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ ലൈം സ്റ്റോണിൻ്റെ കോട്ടിങ് പോയിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇപ്പോൾ നമ്മൾ കാണുന്ന ഇങ്ങനെ കട്ട വെച്ചിട്ടുള്ള പിരമിഡ് ആണെങ്കിൽ മുമ്പ് ഇത് ശരിക്ക് തേച്ച് നല്ല മിനുസമായി നമ്മുടെ താജ്മഹൽ പോലെ ലൈം ലായനിയിൽ കുളിപ്പിച്ച ഒരു നല്ല പ്ലാസ്റ്റർ ചെയ്തുള്ള ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും അതിൻ്റെ ഒരു പിരമിഡിൻ്റെ മേലെ അവിടെ ഉള്ളത് 3 പിരമിഡാണ്. നമുക്കറിയാം ഗിസയിലുള്ള 3 മെയിൻ പിരമിഡ് ഗിസയിലാണുള്ളത്. അതിൻ്റെ മേലെയൊക്കെ ആ ഒരു ഇത് കാണാം ഒരു പിരമിഡിൻ്റെ. പക്ഷേ അതൊക്കെ ഈ ഒരു 4600 വർഷത്തെ പഴക്കം കൊണ്ട് അതെല്ലാം പോയി. അപ്പോൾ ആ ഒരു സമയത്ത് അന്ന് ആ സൂര്യൻ അതിലേക്ക് അടിക്കുമ്പോൾ അത് ഭയങ്കരമായ തിളക്കം അനുഭവപ്പെടുമായിരുന്നു. ആ രീതിയിലാണ് അവരന്നത് അന്ന് ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം അന്ന് അവരുടെ സംബന്ധിച്ചിടത്തോളം സൂര്യനാണ് ഏറ്റവും പരമപ്രധാനമായ ഈ സംഭവം ഈ ലോകത്തുള്ളത്. കാരണം അവർക്ക് സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനെയാണ് അവർ ആരാധിച്ചിരുന്നത് ആ സമയത്ത് കൂടുതലായി. പിന്നെ മൃഗങ്ങളെ, പൂച്ചയെ, പട്ടിയെയൊക്കെ, അങ്ങനെയാണ് അവരുടെ ഒരു രീതി. അപ്പോൾ ആ രീതിയിലുള്ളത് കണ്ടു. പിരമിഡിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോകാൻ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിരമിഡിന് ചുറ്റും കറങ്ങി ഞങ്ങൾ ആ ഭാഗത്ത് ഒരുപാട് ഫോട്ടോസ് എടുത്തു, ഒരുപാട് നടന്നു. അപ്പോൾ ഒഴുകാണ് ഇങ്ങനെ ടൂറിസ്റ്റ് ആൾക്കാർ. ഞങ്ങൾക്ക് അങ്ങോട്ട് കാറ് കടക്കാൻ പോലും പറ്റിയില്ല. ഞങ്ങൾക്ക് ഒരു ഏകദേശം 1/2 കിലോമീറ്റർ മുമ്പ് വെച്ച് തന്നെ ഞങ്ങൾക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് നടന്ന് കയറേണ്ടി വന്നു. കാരണം അത്രയധികം ആൾക്കാരും വാഹനങ്ങൾ, ബസ്സുകൾ, ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള ആൾക്കാർ, വളരെ അധികം ആൾക്കാർ, അമേരിക്കൻസും യൂറോപ്യൻസും എല്ലാത്തരം ആൾക്കാരെയും നമുക്കിങ്ങനെ കാണാം. എല്ലാവരും ഈ ഒരു ചരിത്ര സംഭവത്തിൻ്റെ മുമ്പിൽ നിന്ന് അതിൻ്റെ ആ ഒരു ഇത്രയും പഴയ ഒരു സംഭവം, അല്ലെങ്കിൽ 4600 വർഷം മുമ്പ് ഇതുവരെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമ്മൾ ചിന്തിച്ചു പോകും അവിടെ നിന്നിട്ട്. കാരണം ഇന്നത്തെ കാലത്ത് അത്ര വലിയൊരു സംഭവമായിട്ട് നമുക്ക് തോന്നുന്നില്ല ഉണ്ടാക്കാനാണെങ്കിൽ. പക്ഷേ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം. ഇപ്പോൾ താജ്മഹൽ ആയാലോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ, പൗരാണികമായ ഒരുപാട് ക്ഷേത്രങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ്, 1000 വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഉണ്ടാക്കിയാണ്. പക്ഷേ ഇത് 4500ഓളം വർഷങ്ങൾക്ക് മുമ്പ്, ക്രിസ്തുവിനും 2000-2500 വർഷങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു ചരിത്ര നിർമ്മിതി ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ അന്ന് അതിൻ്റെ അടുത്ത് കൂടെ നൈൽ നദി പോയിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്ന് നൈൽ നദി പോകുന്ന ഒരുപാട് ദൂരെയാണ്. അപ്പോൾ അത് ഭൂമിശാസ്ത്രപരമായ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഭൂകമ്പങ്ങൾ ഒരുപാട് ഈജിപ്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും
ഈ ഒരു നിർമ്മിതിക്ക് ഒരു കോട്ടവും തട്ടിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങൾ, അല്ലെങ്കിൽ ഈ അവിടുത്തെ രാജാക്കന്മാരുണ്ടാക്കി വെച്ച അവരുടെ ടോംബായാലും അല്ലെങ്കിൽ അവിടുത്തെ ഒരുപാട് നിധി ശേഖരങ്ങളായാലും അവർ സൂക്ഷിച്ചു വെച്ചിരുന്ന മരണാന്തര ലോകത്തിൻ്റെ ഒരു വലിയ കാഴ്ചയാണല്ലോ ഈജിപ്ത്. അപ്പോൾ അതിന് ശേഷം ഉള്ള അവർ എടുത്തു വെച്ചിരുന്ന അവരുടെ സമ്പാദ്യങ്ങളായാലും എല്ലാം കൊള്ളയടിക്കപ്പെട്ടു. അത് പ്രാചീന കാലം തൊട്ടേ വർഷങ്ങൾക്ക്, ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അത് സംഭവിച്ചിട്ടുണ്ട്, അല്ലാണ്ട് ഈ അടുത്ത കാലത്തുണ്ടായ സംഭവമല്ല. പക്ഷേ അതും കഴിഞ്ഞ് ഇന്ന് ഈ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റും അല്ലെങ്കിൽ ഇങ്ങനെ റിസർച്ച് നടത്തുന്ന ടീമെല്ലാം വന്ന് കണ്ടെത്തിയ സാധനങ്ങളാണ് ഇപ്പോഴും നമ്മുടെ ഈജിപ്ത് മ്യൂസിയത്തിലേക്ക് ഉള്ളത്. അങ്ങനെ അത് കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഹോട്ടലിൽ പോയി ഞങ്ങൾ മേലെ പോയിട്ടുണ്ടായിരുന്നില്ല. ഹോട്ടലിൻ്റെ മേലെ ആയിരുന്നു അവിടുത്തെ റെസ്റ്റോറൻ്റ് എല്ലാം. വളരെ നല്ല ഒരു വ്യൂ ആയിരുന്നു ഹോട്ടലിൻ്റെ മേലെ നിന്ന്. നമുക്ക് അവിടെ നിന്ന് നോക്കിയാൽ വളരെ അടുത്ത് തന്നെ ഈ 3 പിരമിഡും കാണാൻ സാധിക്കും. ഞങ്ങൾ അവിടെ രാത്രി അവിടെ നിന്ന് ഈ പിരമിഡൊക്കെ കണ്ട് ഒരു ഡിന്നറൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്ന് സുഖമായിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അവർ പ്രൊവൈഡ് ചെയ്തത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും ഈജിപ്തിൽ പ്രത്യേകമായിട്ട് ഒരുപാട് പക്ഷികളെ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ പക്ഷികളെ താലോലിക്കുന്ന ഒരു ആളുകളാണ് ഈജിപ്തിലുള്ളത്. അവർ അവിടെ എപ്പോഴും ഈ പക്ഷികൾക്കുള്ള ഇത് ചെയ്യുക, അല്ലെങ്കിൽ പക്ഷികൾക്കുള്ള അവരുടെ വീടിൻ്റെ മേലെ എല്ലാം ഒരു കൂട് പോലെ വലിയ ഇത് കെട്ടിവെച്ചിട്ടുണ്ടാവും. അപ്പോൾ അവിടെ വന്ന് ആ പക്ഷികൾക്ക് എല്ലാം താമസിക്കാം, അവിടെ കൂട് കൂട്ടാം. അങ്ങനെ അവർക്കും കൂടിയുള്ള ഒരു സ്പേസ് ഈ ഈജിപ്തുകാർ കൊടുക്കുന്നുണ്ട്. അത് നിരന്തരം നമ്മൾ യാത്ര ചെയ്യുന്ന ഭാഗങ്ങളിലെല്ലാം, ഈജിപ്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അവർ പിജിയൻസിനോട് ചെയ്യുന്ന ഈ ഒരു പിജിയൻ ഫീഡിങ് എന്നുള്ള പറയുന്ന സംഭവം നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവിടുന്ന് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ നേരെ പോയത് ചർച്ച് ഏരിയയ്ക്കായിരുന്നു. വളരെ പൗരാണികമായ ഒരുപാട് ക്രിസ്ത്യൻ ചർച്ചുകൾ ഉണ്ട് കെയ്റോ സിറ്റിയിൽ. അങ്ങനെ അവിടെ എല്ലാം പോയി. അവിടെ മാതാവ് പണ്ട് ഉണ്ണീഷുവായിട്ട് ഈജിപ്തിൽ നിന്ന്, ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്ത് ഈജിപ്തിലേക്ക് വന്നതിൻ്റെ നേറ്റിവിറ്റി ചർച്ച് ഉണ്ട്. അതിൻ്റെ കുറേ ചരിത്രരേഖകൾ സ്ഥാപിക്കുന്ന ഭാഗങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് സെൻറ്റ് ജോർജ് ചർച്ച്, ഗ്രിഗോറിയോസ് ചർച്ച്, ഓർത്തഡോക്സ് സഭയുടെ വലിയ ഒരുപാട് പള്ളികൾ ആ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അതെല്ലാം കണ്ട ശേഷം ഞങ്ങൾ നേരെ പോയത്, ഞങ്ങൾ മ്യൂസിയത്തിലേക്കാണ് വന്നത്. ഈജിപ്തിൻ്റെ കെയ്റോ സിറ്റിയിലുള്ള മ്യൂസിയം. അങ്ങനെ ആ മ്യൂസിയത്തിൽ വന്നു. മ്യൂസിയത്തിൽ കണ്ടു. മ്യൂസിയത്തിലെ പുതിയൊരു മ്യൂസിയം ഗിസ പിരമിഡിൻ്റെ അടുത്ത് പണിതിട്ടുണ്ട്. പക്ഷേ നമുക്ക് അവിടെ പോയില്ല. കാരണം നമ്മുടെ അടുത്ത് ഗൈഡ് പറഞ്ഞത് ഇവിടെ പോവുകയാണ് നല്ലത്, അതിനേക്കാൾ അവിടെ അറേഞ്ച് ചെയ്ത് വരുന്നേ ഉള്ളൂ എന്നാണ്. പക്ഷേ ഇവിടെ നല്ല ഒരു മ്യൂസിയം തന്നെയാണ്, ഒരുപാട് കാര്യങ്ങൾ കാണാണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് മമ്മിഫിക്കേഷൻ ചെയ്ത ബോഡികളൊക്കെ പുതിയ മ്യൂസിയത്തിലേക്ക് മാറ്റി എന്നാണ് നമുക്ക് പിന്നീട് അറിയാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാണാൻ സാധിച്ചില്ല. വളരെ ചുരുക്കം 2-3 മമ്മി മാത്രമാണ് ഈ പുതിയ പിരമിഡ് ഈജിപ്ത് സിറ്റിയിലുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ പോകാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ പുതിയ പിരമിഡിൻ്റെ അടുത്തുള്ള നമ്മുടെ മ്യൂസിയം പ്രിഫർ ചെയ്യുകയായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പഴയ സ്റ്റാച്യൂസ്, പഴയ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ. ഒട്ടും നമുക്ക് പോകാൻ സമയമുണ്ടെങ്കിൽ 2 മ്യൂസിയത്തിലും പോകാം, അല്ലെങ്കിൽ പോകേണ്ടതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞു. അതെല്ലാത്തിന് ശേഷം ഞങ്ങൾ നേരെ അന്ന് പോയത് സിറ്റാഡൽ മോസ്കിക്കാണ്. അങ്ങനെ സിറ്റാഡൽ മോസ്കിലേക്ക് പോയി. അതൊരു പഴയ പുരാതനമായ ഒരു മോസ്ക്, ടർക്കിഷ് ശൈലിയിൽ നിർമ്മിച്ച, അത്ര പഴക്കമില്ലാത്ത, നമുക്കറിയാം മുസ്ലിം മതം വന്ന ശേഷം ഉണ്ടായ മോസ്ക് ആയിരിക്കില്ല തീർച്ചയായിട്ടും. അപ്പോൾ അത്ര പഴക്കേ അതിനുള്ളൂ. എന്നാലും അതിൻ്റെ ആദ്യകാലങ്ങളിൽ തന്നെ നിർമ്മിച്ച ഒരു വളരെ പുരാതനമായ ഒരു ചർച്ച്, വളരെ ഭംഗിയുള്ള ഒരു മോസ്ക് തന്നെയായിരുന്നു അത്. അങ്ങനെ അത് കണ്ടു. അവിടെ ഒരുപാട് നേരം സമയം ചിലവഴിച്ചു. അവിടുന്ന് നല്ല വ്യൂ ആണ്. നമുക്ക് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു കെയ്റോ നഗരം നന്നായി കാണാൻ സാധിക്കും. അവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് ഈ പിജിയൻ ഫീഡിങ് അവരെത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഭാഗം നമുക്ക് അവിടുന്ന് കാണാൻ സാധിക്കും. അതിനുശേഷം ഞങ്ങൾ നേരെ റൂമിലേക്ക് വന്നു. അപ്പോൾ കെയ്റോ സിറ്റി തഹ്രീർ സ്ക്വയറിൻ്റെ വളരെ അടുത്ത് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തത്. കാരണം തഹ്രീർ സ്ക്വയർ നമുക്കറിയാം ഈജിപ്തിലെ ഒരുപാട് റവല്യൂഷൻ ഉണ്ടായ ഒരു നഗരമാണ് ഈജിപ്ത്. അപ്പോൾ 2013 റവല്യൂഷനിൽ ലക്ഷക്കണക്കിന് യുവാക്കൾ വന്ന് കൂടിയ ഒരു വലിയ സ്ക്വയറാണ് ഈ തഹ്രീർ സ്ക്വയർ. നമ്മൾ അന്ന് അതിൻ്റെ വാർത്തകളും വീഡിയോസൊക്കെ TV-യിലും പേപ്പറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അങ്ങനെ ആ ഒരു ചരിത്ര സംഭവം നടന്ന തഹ്രീർ സ്ക്വയറിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞാൻ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ റൂം ഞങ്ങൾ അവിടെ പോയി. അവിടെയും ഇതുപോലെ ഈ പഴയ ഒരു ബിൽഡിംഗ് പോലെയാണ് നമുക്ക് തോന്നുന്നത് കാണുമ്പോൾ. നമ്മൾ അതിനുള്ളിൽ കയറി കഴിയുമ്പോൾ ഹോട്ടലൊക്കെ നല്ല സൗകര്യമുള്ള ഹോട്ടലായിരുന്നു. നല്ല വിശാലമായ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ താമസിച്ചു അന്ന് രാത്രി. അതിനുശേഷം ഞങ്ങൾ അന്ന് വൈകിട്ട് റൂമിലേക്ക് വന്ന് 7 മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കുളിച്ച് ഫ്രഷായി 8 മണിക്ക് ഞങ്ങൾ താഴെ പോയി. ഞങ്ങൾ നൈൽ നദിയിൽ പോയി. അവിടെ വെച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ആൾ വന്നു, ഞങ്ങൾ കണ്ട് ഞങ്ങൾ നൈൽ നദിയിലൂടെ ഒരു ബോട്ട് യാത്ര നടത്തി. വളരെ നല്ല മനോഹരമായൊരു ബോട്ട് യാത്ര.
നൈൽ നദിയുടെ ചിരകളിലൂടെയുള്ള ഒരു ചെറിയ ബോട്ടിൽ ഞങ്ങൾ മാത്രം യാത്ര ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് വന്നു. അന്ന് രാത്രി അവിടുന്ന് ഡിന്നർ കഴിച്ചു. അന്ന് ഉച്ചയ്ക്കും കഴിച്ചത് ഞങ്ങൾ KFC ആയിരുന്നു. കാരണം ഞങ്ങൾ തലേ ദിവസത്തെ ഹെവി ഭക്ഷണം ആയതുകൊണ്ട് തന്നെ, പിന്നെ രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെറിയൊരു മീല് മാത്രമാണ് KFC ന്ന് ഉച്ചയ്ക്ക് കഴിച്ചത്. അതിനുശേഷം രാത്രി ഞങ്ങൾ ഫ്രണ്ടും കൂടി ഉള്ളതുകൊണ്ട് ഞങ്ങൾ 3 പേരും കൂടി പോയി ഒരു സിറിയൻ റെസ്റ്റോറൻറ്റിൽ പോയി നല്ല അടിപൊളി ഷവർമയൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ച് രാത്രി നല്ല ഡിന്നറായിരുന്നു. വളരെ ചെറിയ പൈസയായിരുന്നു. അപ്പോൾ അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്, കഴിഞ്ഞ ദിവസത്തെ പൈസ വെച്ച് നോക്കുമ്പോൾ ഇത്രയും നല്ല ഫുഡ് കഴിച്ചിട്ട് പോലും നമുക്ക് അന്ന് വന്നത് ആകെ 40 ദിറംസിനോ മറ്റോ ആണ് നമ്മൾ ഈ 3 നല്ല പ്ലേറ്റ് ഷവർമയും 3 ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ടും വെറും 40 ദിറംസാണ് വന്നുള്ളൂ. അപ്പോൾ പുള്ളി നമ്മളെ കൊണ്ടുപോയി മറ്റേ സ്ഥലത്ത് കൊണ്ടുപോയി മുതലാക്കിയതാണെന്ന് നമുക്ക് അതിൽ നിന്ന് മനസ്സിലായി. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്നു. അങ്ങനെ കെയ്റോ നഗരത്തിൻ്റെ കാഴ്ചകളെല്ലാം നമ്മളൊരുവിധം അവസാനിപ്പിച്ചു. ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് പറയാം, ഒരു കാര്യം വിട്ടുപോയി. സിറ്റാഡൽ മ്യൂസിയം പള്ളിയിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മൾ അവിടെ ഒരു മാർക്കറ്റിലേക്ക് പോയി. അവിടെയാണ് ഈ എല്ലാ ടൂറിസ്റ്റുകളും വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന മിനിയേച്ചറുകളും അതും ഇതും ഈ കെയ്റോൻ്റെ അല്ലെങ്കിൽ ഈജിപ്തിൻ്റെ നിർമ്മിതികൾ, ഇങ്ങനെ ഒരുപാട് ഗിഫ്റ്റ് സാധനങ്ങൾ വാങ്ങിക്കുന്ന സ്ഥലം. അങ്ങനെ അവിടെ നടന്ന് ഞങ്ങൾ കുറേ സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങി. നമുക്ക് ബാഗിൽ കൊണ്ടുപോകാൻ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. എന്നാലും കുറച്ച് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റിയ ചെറിയ പിരമിഡ് അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് അവിടുത്തെ രാജാക്കന്മാരുടെ രൂപങ്ങളൊക്കെ വാങ്ങി, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങി. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നത്. അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് തിരക്കേടില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. നമ്മൾ തലേ ദിവസം കഴിച്ച ബ്രേക്ക്ഫാസ്റ്റിനെ വെച്ച് നോക്കുമ്പോൾ അത്ര വലിയ ഒരു ഗ്രേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നില്ല എന്ന് പറയാം. നമ്മളിവിടെ താമസിച്ചത് ടൗൺ ഹോട്ടൽ കെയ്റോയിലായിരുന്നു. ഗിസയിൽ താമസിച്ചത് മോസസ് പിരമിഡ്സ് ഇന്നിലായിരുന്നു. ഇവിടെ ഏകദേശം 150 ദിറംസ്, 170 ദിറംസോ മറ്റോ ആയിരുന്നു ഒരു നൈറ്റ് സ്റ്റേക്ക്. നല്ല ഹോട്ടലായിരുന്നു. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് അത്ര ഒരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല വ്യൂ ആയിരുന്നു. നമുക്ക് ഈ സിറ്റി കാണാൻ പറ്റുമായിരുന്നു. സിറ്റിയിലേക്ക് നമ്മൾ താഹിർ സ്ക്വയറിലേക്കാണ് നമുക്ക് നേരെ വ്യൂ. അതൊക്കെ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി. അതുകൊണ്ട് എപ്പോഴും ഞാൻ പറയുന്നത് വാല്യൂ ഫോർ മണി എന്ന് തന്നെയായിരുന്നു അത് എന്തായാലും. അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മൾ അന്ന് രാവിലെ നമ്മുടെ അഹമ്മദ് വന്നു. അഹമ്മദ് ഞങ്ങളെയും കൂട്ടി നേരെ പോയത് നമ്മൾ അലക്സാണ്ട്രിയയ്ക്കാണ്. അതായത് ഈജിപ്തിലെ മറ്റൊരു മനോഹര നഗരമായ അലക്സാണ്ട്രിയ. അങ്ങനെ ഞങ്ങൾ അലക്സാണ്ട്രിയയ്ക്ക് പോയി. അലക്സാണ്ട്രിയയിലേക്ക് ഒരു 2-2.5 മണിക്കൂർ ദീർഘമായ യാത്ര എക്സ്പ്രസ് ഹൈവേയിലൂടെ വളരെ വിശാലമായി ഈജിപ്തിൻ്റെ ഗ്രാമപ്രദേശങ്ങൾ കണ്ടുള്ള യാത്രയായിരുന്നു അത് ഒരു കോസ്റ്റൽ നഗരമാണ് അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് നമുക്കറിയാം. അപ്പോൾ അലക്സാണ്ട്രിയയ്ക്ക് പോകുമ്പോൾ അങ്ങനെ ഒരുപാട് പച്ചപ്പും ഒരുപാട് കൃഷി സ്ഥലങ്ങൾ, ഒരുപാട് നല്ല നല്ല ഏരിയകൾ കാണാൻ സാധിച്ചു. അങ്ങനെ അലക്സാണ്ട്രിയ എത്തുന്നതിന് മുമ്പ് നമ്മളൊരു സ്ഥലത്ത് ഇടയ്ക്ക് നിർത്തി അവിടെ നിന്ന് ഫ്രഷായി ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ച് യാത്ര തുടർന്നു. അങ്ങനെ 2.5 മണിക്കൂറോളം എടുത്തു. നമ്മൾ 9-9:15 സ്റ്റാർട്ട് ചെയ്ത് 12 മണിയോട് കൂടിയാണ് അലക്സാണ്ട്രിയ എത്തിയത്. അലക്സാണ്ട്രിയയിൽ എത്തിയപ്പോൾ തന്നെ ഈ കെയ്റോവിനേക്കാൾ വളരെ ഡിഫറൻ്റായ, കെയ്റോയിൽ നമുക്ക് ഓട്ടോറിക്ഷകൾ അല്ലെങ്കിൽ അങ്ങനത്തെ കുറേ സാധനങ്ങൾ കാണാൻ സാധിച്ചു. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ അലക്സാണ്ട്രിയ കുറച്ചും കൂടി ഒരു പൗരാണികമായ നഗരമാണെങ്കിലും ഒരു ചെറിയ ഗ്രീക്ക് സ്റ്റൈലിലാണ് അലക്സാണ്ട്രിയ സ്ഥിതി ചെയ്യുന്നത്. നമുക്കറിയാം അലക്സാണ്ട്രിയ എന്ന് പറയുന്നത് തന്നെ ഒരു ഗ്രീക്ക് റോമൻ ഇതിൻ്റെ ഇതാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള ബിൽഡിങ്ങുകളും കാര്യങ്ങളും, ട്രാമൊക്കെ പോകുന്ന റോഡുകൾ, അങ്ങനെ അലക്സാണ്ട്രിയ കുറച്ചും കൂടി മഴ പെയ്തിട്ടുള്ള സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അലക്സാണ്ട്രിയ കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ കോസ്റ്റൽ ഏരിയയിലായതുകൊണ്ട് ആ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയി. ബീച്ചിൻ്റെ അവിടെ പോയി അവിടെ ഒരു ബോട്ട് യാത്ര നടത്തി. ആ ഒരു ബോട്ട് നടത്തുന്ന പയ്യനുമായിട്ട് സംസാരിച്ച്, അവൻ ഗിസ എന്നുള്ള ഒരു പയ്യനായിരുന്നു, നല്ലൊരു പയ്യനായിരുന്നു. അങ്ങനെ നമ്മൾ അവിടുത്തെ ഒരു കാസിലുണ്ട്. അപ്പോൾ ആ കാസിൽ കാണുന്ന രീതിയിൽ നമ്മളെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ ആ ഒരു ബീച്ചിൻ്റെ കോർണിഷ് സൈഡിൽ കുറേ നേരം നമ്മൾ ബോട്ടിലൊക്കെ യാത്ര ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ കാസിൽ കാണാൻ പോയി. അങ്ങനെ കാസിൽ കണ്ടു. കാസിൽ വളരെ പുരാതനമായ പണ്ടത്തെ അവിടുത്തെ യുദ്ധങ്ങൾക്കൊക്കെ സാക്ഷ്യം വഹിച്ച രാജാവിൻ്റെ കാസിലാണത്. ഗ്രീക്ക് റോമൻ കാലഘട്ടത്തിൽ അവരായിരുന്നു അന്ന് അവിടെ കൺട്രോൾ ചെയ്തിരുന്നത്. അപ്പോൾ ആ കാസിൽ ഒരു വലിയ നല്ലൊരു കാണാനുള്ള ഒരു സംഭവം തന്നെയാണ്. അങ്ങനെ അത് കണ്ടു. അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് കെറ്റാക്കോംബ് കാണാനാണ്. കെറ്റാക്കോംബ് നമുക്കറിയാം, കെറ്റാക്കോംബാണ് എന്നെ ഈ ഒരു യാത്രയിൽ പിരമിഡിന് ശേഷം അത്ഭുതപ്പെടുത്തിയ മറ്റൊരു സംഭവം. റോമൻ ഉണ്ടാക്കിയെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗ്രീക്ക് റോമൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ ഒരു കിണർ പോലെയാണ് നമുക്ക് തോന്നുന്നുള്ളൂ പുറമേ നോക്കുമ്പോൾ. ആ കിണറിൻ്റെ ഉള്ളിൽ കൂടെ സ്റ്റെപ്പ് ഇങ്ങനെ വരച്ചിരിക്കുക. ആ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ ഓരോ ഭാഗത്ത് നിലയായിട്ട് ഫുൾ ശവകുടീരങ്ങളാണ് ഈ ഭൂമിയുടെ അടിയിൽ മുഴുവൻ.
നമ്മൾ വിചാരിക്കില്ല ഇതെന്താ ഒരു കിണറല്ലേ നമുക്ക് തോന്നുള്ളൂ ആദ്യം. പക്ഷേ അങ്ങനെ പോകുമ്പോൾ താഴെ ഫുള്ള് കല്ലറകൾ, ഒരുപാട് കല്ലറകൾ. അതൊരു ഭയങ്കര സംഭവം അല്ലെങ്കിൽ ഭയങ്കര കാഴ്ച തന്നെയായിരുന്നു. അത് പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഉണ്ട്. ഗ്രീക്ക് കൾച്ചറിൽ ഇങ്ങനെയാണ് അവർ ശവകുടീരങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെയാണ് പിന്നീട് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ആ ഒരു സംഭവം കണ്ടു. അത് കണ്ട് അവിടെ ഒരുപാട് കല്ലറകൾ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് അവർ, അല്ലെങ്കിൽ അതിൻ്റെ മുമ്പിലൊക്കെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, അതിൻ്റെ കുറേ ഫോട്ടോസ് എടുത്തു. അങ്ങനെ അതെല്ലാം കണ്ടു കഴിഞ്ഞ് അപ്പോഴേക്കും നമ്മളൊരുവിധം അലക്സാൻഡ്രിയയും കണ്ടു. അങ്ങനെ ഞങ്ങൾ നേരെ അലക്സാൻഡ്രിയ ഒരു കോസ്റ്റൽ ഏരിയ ആയതുകൊണ്ട് തന്നെ ഫിഷിന് വളരെയധികം പ്രാധാന്യമുള്ള സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ഒരു ഫിഷ് ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിൽ പോയി നമുക്ക് ആവശ്യമുള്ള ഫിഷ് തിരഞ്ഞെടുത്ത് ഞങ്ങൾ നമ്മുടെ കിങ് ഫിഷ് തന്നെ വാങ്ങി. അങ്ങനെ അത് ഗ്രില്ലും ഫ്രൈയും ചെയ്ത് കഴിച്ചു. നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണം. ഏകദേശം 1000 പൗണ്ടോ മറ്റോ ആയുള്ളൂ, ഏകദേശം 80 ദിറംസോ മറ്റോ, 80-90 ദിറംസ്. അങ്ങനെ അതും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളെ 1 മണിക്കൂറോളം യാത്രയുണ്ടായിരുന്നു നമ്മുടെ അലക്സാൻഡ്രിയ എയർപോർട്ടിൽ വന്നു. അങ്ങനെ നമ്മൾ ഈജിപ്ത് യാത്ര ഏകദേശം പരിസമാപിച്ചു. അപ്പോൾ അലക്സാൻഡ്രിയയിൽ ഞങ്ങൾ കണ്ടത് ഭയങ്കര സെക്യൂരിറ്റി. ഈവൻ കെയറോയിലും ഉണ്ടെങ്കിലും ഭയങ്കര സെക്യൂരിറ്റി കൂടുതലായിരുന്നു അലക്സാൻഡ്രിയയിൽ. എല്ലാവിടെയും ചെക്കിങ്, പിന്നെ എല്ലാവിടെയും പോലീസ് അല്ലെങ്കിൽ മിലിറ്ററി. ഇപ്പം നമ്മൾ എയർപോർട്ടിൽ അലക്സാൻഡ്രിയയിൽ വരുമ്പോൾ തന്നെ നമ്മളൊരു 4-5 സ്ഥലത്ത് വണ്ടി അടക്കം ഫുൾ ചെക്ക് ചെയ്തിട്ടാണ് നമ്മളെ കയറ്റിയത്. പിന്നെ എയർപോർട്ടിൻ്റെ ഉള്ളിലായാലും ഇമിഗ്രേഷന് മുമ്പ് നമ്മൾ 2-3 വട്ടം ചെക്ക് ചെയ്യും. ഫുള്ള് ബോഡി ചെക്ക് ചെയ്യുന്നു, നമ്മൾ ബാഗ് ചെക്ക് ചെയ്യുന്നു. നമ്മളെ ഇന്ത്യയിൽ കാണുന്നതിൻ്റെ ഡബിൾ ചെക്കിംഗ് ആയിരുന്നു. പക്ഷേ അവിടെ യൂണിഫോം ഇട്ടവരും യൂണിഫോം ഇടാത്ത ടീം എല്ലാം പലതരം സെക്യൂരിറ്റി മെഷേഴ്സ് അവർ എടുക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ഇസ്രായേലിൻ്റെ ത്രെറ്റ് പ്രശ്നങ്ങൾ നടക്കുന്നതുകൊണ്ടായിരിക്കാം അങ്ങനെ ഭയങ്കര സെക്യൂരിറ്റി ഫീൽ ചെയ്തു. അങ്ങനെ ഞങ്ങളപ്പോൾ 2 ദിവസം കെയറോവും 1 ദിവസം അലക്സാൻഡ്രിയയും. അപ്പോൾ നമുക്ക് അലക്സാൻഡ്രിയ കൂടി കാണാൻ പറ്റി. സാധാരണ നമ്മൾ ഈ ടൂർ പാക്കേജിൽ നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അലക്സാൻഡ്രിയയ്ക്ക് 1 ദിവസം പോയി അവർ തിരിച്ച് കൊണ്ടുവന്ന് കെയറോന്നാണ് കയറ്റി വിടുക. അതിൽ നല്ലതാണ് നമുക്ക് കെയറോന്ന് കണ്ട് അലക്സാൻഡ്രിയയിൽ പോയി അവിടെ നിന്ന് ഫ്ലൈറ്റ് പിടിച്ച് തിരിച്ച് ദുബായ് വരുന്നത്. അങ്ങനെ ഞങ്ങൾ രാത്രി നമുക്കപ്പോൾ രാവിലെ ഒരു ദിവസം ശനിയാഴ്ച രാവിലെ നമ്മൾ കെയറോയിലെത്തി. കെയറോയിൽ ഫുള്ള് കണ്ടു. ഞായറാഴ്ച ഫുള്ള് കെയറോയിൽ കണ്ടു. അത് കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ നമ്മൾ അലക്സാൻഡ്രിയയിൽ പോയി. അലക്സാൻഡ്രിയ കണ്ട് വൈകുന്നേരം 8 മണിക്കോ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ് തിരിച്ച് അബുദാബിക്ക്. അങ്ങനെ ആ ഫ്ലൈറ്റ് നമ്മൾ തിരിച്ച് അബുദാബിയിൽ എത്തുമ്പോൾ നമ്മൾ കെയറോ ആയിട്ട് 2 മണിക്കൂർ വ്യത്യാസമാണുള്ളത്. നമ്മൾ കെയറോ 2 മണിക്കൂർ ബിഹൈൻഡ് ദുബായ് ആണ്. അപ്പോൾ നമുക്ക് അവിടെ എത്തി. നമ്മൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം 3 മണിയോട് കൂടി നമ്മൾ അബുദാബിയിലെത്തി. അബുദാബിയിൽ നിന്ന് ബസ് പിടിച്ച് നമ്മുടെ ഇബ്ൻ ബത്തൂത്ത വന്നു. അവിടുന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വണ്ടി എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു. 4 മണിയോട് കൂടി ഞങ്ങൾ വീട്ടിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ഈജിപ്ത് യാത്ര വളരെ മനോഹരമായി അവസാനിച്ചു. അപ്പോൾ ഇതിലെനിക്ക് പറയാനുള്ളത്, ഈജിപ്തിലേക്ക് പോകുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഗൈഡ് ബുക്ക് ചെയ്യാം. ഇങ്ങനെ നല്ലൊരു പയ്യന്മാരെ കിട്ടും. അപ്പോൾ ഇവർ നമ്മുടെ കൂടെ വരുന്ന ഗൈഡാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഈ എല്ലാ സ്ഥലത്തേക്കും നമ്മുടെ കൂടെ അവർ വരികയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി, അല്ലെങ്കിൽ അവിടെ ഒരുപാട് പേര് നമ്മളെ പറ്റിക്കാൻ, അവർ നമ്മളെ കൂടെ സഹായിക്കാനാണ് എന്നിട്ട് വരും. മനസ്സിലായി, നമ്മൾ നിർബന്ധിക്കുക അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ നടന്നിങ്ങനെ അതും പറഞ്ഞ് ദിസ് അത് നമ്മൾ മൈൻഡ് ചെയ്യാണ്ടിരുന്നാൽ നമ്മൾ ഏതെങ്കിലും അറ്റ് എ പോയിന്റ് ഓഫ് ടൈം നമ്മൾ എന്തെങ്കിലും അതല്ലേ നമ്മൾ കൂട്ടുകാരായിട്ട് പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ ഇവർ അതിൻ്റെ ഇടയിൽ വന്നിട്ട് ഇതാണ് കൊണ്ട് അവർ നമ്മുടെ കൂടെ അങ്ങ് ചേരും. എന്നിട്ട് ലാസ്റ്റ് പിന്നെ അവർ പൈസ തരുമോ, എന്തെങ്കിലും ടിപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശല്യം ചെയ്യുക. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ഗൈഡോട് കൂടിയാണ് അവിടെ ഒരുവിധം ബസ്സിലാണ് വരുന്നത്. സ്പെയിനിൽ നിന്ന് റഷ്യയിൽ നിന്നൊക്കെ നമ്മൾ ഒരുപാട് പേരെ കണ്ടു. അവരൊക്കെ ആ ഒരു ഗൈഡിൻ്റെ കൂടെയാണ്. അപ്പോൾ ആ ഗൈഡിൻ്റെ പിന്നാലെ അല്ലെങ്കിൽ ഗൈഡ് പറഞ്ഞ് കേട്ടിട്ട് അവരിങ്ങനെ നടക്കുകയാണ്. അല്ലാണ്ട് ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതുപോലെ ഇവരെ പരമാവധി നമ്മൾ മാറ്റി നിർത്താൻ നോക്കണം, അല്ലെങ്കിൽ ഇവരെ മൈൻഡ് ചെയ്യാതെ നോ നീഡ് എന്ന് പറഞ്ഞിട്ട് ഇവരെ അവോയ്ഡ് ചെയ്ത് പോകുകയാണെന്നുള്ളത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാനുള്ളൂ. വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. വളരെ നന്നായി നമുക്ക് യാത്ര ചെയ്ത് വരാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് ഈജിപ്ത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ പിന്നീട് കാണാം. നമസ്കാരം.